ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. നിങ്ങൾ ഓരോരുത്തരും സുഖമായിരിക്കുന്നെന്ന് പ്രതീക്ഷിക്കട്ടെ. ഒരുപക്ഷെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾ ചിലർ പറയും, എന്ത് സുഖം സാറേ, അല്ലേ? അല്ലെങ്കിൽ എന്ത് സുഖം ദൈവദാസനെ. കാരണം ജീവിതത്തിൽ വേദനകളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഏറ്റ് വലഞ്ഞായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ കഴിയുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, പ്രിയനെ, നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായിരിക്കണം. ആത്മാവിൻ്റെ ശുഭത വരുമ്പോൾ ശരീരത്തിന് ശുഭത കിട്ടും. ആത്മാവിൽ ശുഭത വരുമ്പോൾ നമ്മുടെ കുടുംബജീവിതത്തിൽ ശുഭത കിട്ടും. ആത്മാവിൽ ശുഭത വരുമ്പോൾ നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിൽ ശുഭത കിട്ടും. അങ്ങനെ ഓരോ മേഖലകളിലും ആത്മാവിൽ ശുഭത വരുമ്പോൾ നമ്മുടെ സാമ്പത്തിക മേഖലകളിൽ, എല്ലാ മേഖലകളിലും കർത്താവ് ശുഭത തരും. ഇത് ദൈവവചനം പറഞ്ഞിരിക്കുന്നതാണ്, ഞാൻ പറഞ്ഞതല്ല. യോഹന്നാൻ ശ്ലീഹ ലേഖനം എഴുതുമ്പോൾ സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ പറയുകയാണ്, പ്രിയനെ, നിൻ്റെ ആത്മാവിൻ്റെ ശുഭതയാണ് ഏറ്റവും വലുത്. പ്രിയനെ, നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം. അതുതന്നെയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്. യേശുക്രിസ്തു പറഞ്ഞ ആ ദിവ്യ സന്ദേശത്തെ, സ്വർഗീയ സന്ദേശത്തെ പിന്താങ്ങിക്കൊണ്ടും അതിനെ ഉൾക്കൊണ്ടുകൊണ്ടും യോഹന്നാൻ അപ്പോസ്തലൻ പറയുകയാണ്. യേശുക്രിസ്തു എന്താണ് പറഞ്ഞത്? മുന്നമേ ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെയും കിട്ടും. അത് ഏതാണത്? സ്വർഗത്തിൻ്റെ കാര്യം, സ്വർഗത്തിൽ പോകുന്ന കാര്യം, നിത്യജീവൻ്റെ കാര്യം, ആത്മാവിൻ്റെ രക്ഷയുടെ കാര്യം, രക്ഷാ നിർണയത്തിൻ്റെ കാര്യം. ഞാൻ ഏത് സമയത്ത് ഈ ഭൂമിയിൽ മാറ്റപ്പെട്ടാലും എൻ്റെ യേശുവിൻ്റെ രാജ്യത്തിൽ എത്തും എന്നുള്ള ഉറപ്പ് നാം ഈ ഭൂമിയിൽ പ്രാപിച്ചാൽ ബാക്കി കാര്യങ്ങളെല്ലാം കർത്താവ് നോക്കിക്കൊള്ളും. പ്രിയരെ, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ പ്രയാസപ്പെടേണ്ട. നിങ്ങൾ കല്ലിനെയോ മരത്തെയോ വിഗ്രഹങ്ങളെയോ അല്ല ആരാധിക്കുന്നത്. അന്തരീക്ഷത്തിലേക്ക് വെറുതെ മുഷ്ടി യുദ്ധം ചെയ്യുന്നവരെ പോലെ അല്ല. കാലിൽ വിളിച്ചാൽ വിളി കേൾക്കുന്നൊരു ദൈവമുണ്ട്, കരഞ്ഞാൽ കണ്ണുനീരൊപ്പുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. നാം ദൈവത്തിന് വേണ്ടി ഒരു സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ നമ്മുടെ അടുക്കിലേക്ക് 10 സ്റ്റെപ്പല്ല, 100 സ്റ്റെപ്പല്ല, 1000 സ്റ്റെപ്പല്ല, എണ്ണിക്കൂടാത്ത സ്റ്റെപ്പുകൾ വെച്ച് നമ്മുടെ അരികിലേക്ക് വന്ന് നമ്മെ മാറോട് ചേർത്തണയ്ക്കുന്ന സ്നേഹനിധിയാണ് കർത്താവായ യേശുക്രിസ്തു. മുന്നമേ ദൈവത്തിൻ്റെ രാജ്യം നോക്കണം, ദൈവത്തിൻ്റെ നീതി അന്വേഷിക്കണം. സ്വന്തം കാര്യമല്ല ദൈവത്തിൻ്റെ കാര്യം, സ്വന്തം നീതിയല്ല ദൈവത്തിൻ്റെ നീതി. അങ്ങനെ അന്വേഷിച്ച് പുറപ്പെട്ടു, കർത്താവെല്ലാം നോക്കിക്കൊള്ളും. മോനെ, ഈ വാക്ക് സത്യമാണ്. ചിലരൊക്കെ അവരവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ എല്ലാം പ്രൊക്ലെയിം ചെയ്തുകൊണ്ട് പറയും, ഇതൊക്കെ എങ്ങനെയൊക്കെയാണെന്ന്. അല്ലല്ലല്ല, അത് മോനെ നിൻ്റെ അനുഭവമാണ്. പക്ഷെ വചനം അങ്ങനെയല്ല പറയുന്നത്. ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട്, ഉണ്ടാകാം, ചിലപ്പോൾ ഞെരുക്കങ്ങൾ വരാം, പക്ഷെ ഇതൊന്നും നമ്മെ ബാധിക്കുകയില്ല. സ്തോത്രം. നിന്നെ ബാധിക്കുന്ന ഏതെങ്കിലും കടബാധ്യതകളോ ഞെരുക്കങ്ങളോ രോഗങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടെങ്കിൽ മോനെ, നിൻ്റെ ജീവിതം നീ പരിശോധിക്കണം. മകളെ, നിൻ്റെ ജീവിതം പരിശോധിക്കണം. നിൻ്റെ പ്രയോറിറ്റി എന്താണ്? സുപ്രീം പ്രയോറിറ്റി എന്താണ്? ഈ ദൈവമാണോ പ്രയോറിറ്റി? ദൈവത്തിൻ്റെ വേലയാണോ പ്രയോറിറ്റി? അതോ സ്വന്തം കാര്യം, സ്വന്തം ചിന്ത, ഇതൊക്കെയാണോ പ്രയോറിറ്റി? ദൈവത്തിൻ്റെ കാര്യം നാം ഒന്നാമത് നോക്കണം. ഒന്നാം കാര്യം ദൈവത്തിന്. അങ്ങനെ നാം കർത്താവിൻ്റെ കാര്യം നോക്കുമ്പോൾ നമ്മുടെ കാര്യം സ്വർഗത്തിലെ ദൈവം നോക്കിക്കൊള്ളും. ഇതൊരു സത്യമാണ്, ഇതൊരു നിത്യ യാഥാർത്ഥ്യമാണ്, ഇത് അനേകരുടെ അനുഭവമാണ്. നാം ദൈവത്തിൻ്റെ കാര്യം നോക്കുമ്പോൾ ദൈവം ഇറങ്ങി വന്ന് നമ്മുടെ കാര്യം നോക്കും. ഞാൻ ചോദിക്കട്ടെ, നാം എത്രമാത്രം നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലും ദർ ഈസ് സം ലിമിറ്റേഷൻസ്, ഇല്ലേ? അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. മനുഷ്യൻ ചെയ്താൽ അതിന് പൂർണ്ണതയൊന്നുമില്ല. ഒരു ലിമിറ്റുണ്ട്, ഇല്ലേ? ഒരു 90%, 95%. ഒരുപക്ഷെ മനുഷ്യൻ 100% പെർഫെക്റ്റ് എന്ന് പറയുന്നതിൽ പോലും ദൈവം നോക്കുമ്പോൾ 100 ഇല്ല. ഒരുപക്ഷെ ഒരു 80 കാണുള്ളൂ. മോനെ, നിൻ്റെ ദൃഷ്ടിയിൽ 100 നീ പറയുന്നത്, അല്ലെങ്കിൽ ലോകത്തിൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് 100% എന്നൊക്കെ പറയുന്നത്, അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ 100 ഇല്ല. ഒരു 50 കാണുള്ളൂ, ചിലപ്പോൾ 60 കാണുള്ളൂ. സ്തോത്രം. നമ്മൾ ഈ ടോയ്ലറ്റ് ക്ലീനറും ഫ്ലോർ ക്ലീനറും എല്ലാം വാങ്ങിക്കുമ്പോൾ അവർ എഴുതി വയ്ക്കും 99.9%.
കാരണം ആ മെറ്റീരിയൽ കൊണ്ട് തീർക്കാൻ പറ്റാത്ത ചില ജെംസ് ഉണ്ടെന്ന് അവർക്കറിയാം. അവരത് പബ്ലിക്കായിട്ട് പറയുന്നു, അംഗീകരിക്കുന്നു. കർത്താവിന് സ്തോത്രം. നമ്മുടെ അനുഭവങ്ങളിൽ നാം ചുരുങ്ങിയിരിക്കരുത്. എൻ്റെ അനുഭവം ഇതാണ്, അതുകൊണ്ട് ആത്മീയം എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് കേവലം മോനെ നിൻ്റെ അനുഭവമാണ്. നിൻ്റെ അനുഭവമാണ് ഈ ആത്മീയ ഗോളത്തിലെ എല്ലാ അനുഭവം എന്ന് പറയാൻ പറ്റില്ല. വചനം എന്ത് പറയുന്നു? വാട്ട് സ്ക്രിപ്ചർ സെയ്സ്. യേശുക്രിസ്തു, സാക്ഷാൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, മുന്നമേ ഫസ്റ്റ്, ഒന്നാം സ്ഥാനം കർത്താവിന്. കർത്താവിന് സ്തോത്രം. ഒരുപക്ഷെ നമ്മൾ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും അല്ലാത്തപ്പോഴും ഉള്ളിലൊരു ദാഹം, ഉള്ളിലൊരു പ്രാർത്ഥന, ഉള്ളിലൊരു നിലവിളി. കർത്താവ് അത് കാണും, കർത്താവ് അത് കേൾക്കും. നമ്മുടെ ഹൃദയ സ്പന്ദനങ്ങൾ പോലും, നമ്മുടെ ഓരോ ചുടുനിശ്വാസങ്ങൾ പോലും കർത്താവ് ഗ്രഹിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിച്ചൊരു കാര്യമാണ്. നമ്മൾ പലരും ദീർഘശ്വാസം വിടും, ഇല്ലേ? നിശ്വാസം വിടും, ശ്വാസം എടുത്തിട്ട് അങ്ങ് വിടും. ആ ശ്വാസം എടുത്തിട്ട് വിടണതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് തൊട്ടടുത്തിരിക്കുന്ന ആൾക്കോ ഭാര്യയ്ക്കോ ഭർത്താവിനോ അറിയാൻ പാടില്ല. പക്ഷേ ഉള്ളിൽ തിങ്ങി വരുന്ന ചില വേദനയുടെ നെടുവീർപ്പാണത്. അതുപോലും സെൻസ് ചെയ്ത് അതിന് പോലും മറുപടി വരുന്നൊരു യേശുവുണ്ട്. അപ്പോൾ യേശു ആരാ? നമ്മൾ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്നത് മാത്രമൊന്നും അല്ല യേശു കേൾക്കുന്നത്. മോനെ, നീ പ്രാർത്ഥിക്കാത്തതിൽ എത്രയോ ആയിരക്കണക്കിന് കാര്യങ്ങൾ നിനക്ക് വേണ്ടി ദൈവം ചെയ്തു തന്നത് നീ അറിഞ്ഞില്ല, നീ കണ്ടില്ല. സ്തോത്രം. രോഗം വന്നപ്പോൾ നമ്മൾ അറിഞ്ഞു രോഗമാണെന്ന്. പക്ഷേ രോഗം വരാതെ കർത്താവ് എത്രയോ സമയങ്ങൾ കാത്തു. പ്രശ്നങ്ങൾ വരാതെ കർത്താവ് തടുത്തു. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ ദയയാകുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. കർത്താവിന് സ്തോത്രം. നാം കർത്താവിന് വേണ്ടി ഒന്നാം സ്ഥാനം കൊടുക്കുക. അപ്പോൾ ദൈവം നമ്മുടെ കാര്യം ഏറ്റെടുക്കും. ദൈവം നമ്മുടെ കാര്യം ഏറ്റെടുത്താൽ പിന്നെ എല്ലാം പൂർണ്ണതയിലാണ്. എന്നെ എപ്പോഴും സ്വാധീനിക്കുന്ന ഒരു വചനമാണ് ഫിലിപ്പിയർ 4:19. ഞങ്ങളുടെ പ്രയർ ഹാളിൽ ഏറ്റവും മുന്നിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഞങ്ങളുടെ പ്രയർ ഹാളിൻ്റെ ചുറ്റും ധാരാളം വേദവാക്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് വചനത്തിൽ അടിസ്ഥാനപ്പെട്ട ഒരു പ്രാർത്ഥനാ മീറ്റിംഗാണ്. ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ട ഒരു പ്രാർത്ഥനാ മീറ്റിംഗാണ്. സ്തോത്രം. ഹല്ലേലൂയ. പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും അടിസ്ഥാനപ്പെട്ട ട്രിനിറ്റിയിൽ, തൃത്വത്തിൽ അടിസ്ഥാനപ്പെട്ട ഒരു പ്രാർത്ഥനാ കൂട്ടമാണ്. കർത്താവിന് സ്തോത്രം. വചനം വിട്ടിട്ട് വേറെ മുന്നോട്ടൊരു പരിപാടിയില്ല. പക്ഷേ ഞങ്ങൾ ഈ വചനത്തിൻ്റെ ശക്തിയോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലും ആശ്രയിക്കുന്നു. പരിശുദ്ധാത്മാവ് ഒരു പേഴ്സൺ ആണെന്ന് വിശ്വസിക്കുന്നു. ഹീസ് എ പേഴ്സൺ ആസ് വെൽ ആസ് ഹീസ് എ പവർ. ഒരു വ്യക്തിയാണ്, അതോടൊപ്പം ശക്തിയുമാണ്. ഈ വ്യക്തിയും ശക്തിയും ചേരുമ്പോൾ എന്തെല്ലാം അത്ഭുതങ്ങൾ നടക്കുമോ അതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ കൂട്ടത്തിലും നടക്കണമെന്നുള്ളതാണ് പ്രാർത്ഥന. ഏറ്റവും വലിയ അത്ഭുതം മനുഷ്യൻ്റെ രൂപാന്തരമാണ്, മനുഷ്യൻ്റെ രക്ഷയാണ്. ശാപത്തിലും പാപത്തിലും നിത്യ നരകത്തിലേക്ക് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ, അവൻ നിത്യ ജീവങ്കിലേക്കും നിത്യ സ്വർഗത്തെ ലക്ഷ്യമാക്കി ഓടുക. അതല്ലേ ഏറ്റവും വലിയ അത്ഭുതം. കടം മാറുന്ന അത്ഭുതമാണ്, പക്ഷെ അത് ഏറ്റവും വലിയ അത്ഭുതമല്ല. രോഗം മാറുന്ന ഒരു അത്ഭുതമാണ്, പക്ഷെ അത് ഏറ്റവും വലിയ അത്ഭുതമല്ല. ഞെരുക്കങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും മാറുന്നത് ഒരു അത്ഭുതം തന്നെയാണ്. കർത്താവ് ചെയ്യുന്ന മിറക്കിളാണ്, പക്ഷെ അതല്ല മനുഷ്യ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന ഏറ്റവും വലിയ മിറക്കിൾ. പിശാചിൻ്റെ അടിമത്തത്തിൽ കിടന്ന മനുഷ്യനെ ക്രിസ്തുവിൻ്റെ മക്കളാക്കി തീർക്കുന്നു. പാട്ടുകാരൻ പാടി, ശത്രുവാമെന്നെ പുത്രനാക്കുവാൻ പുത്രനെ കുരിശിലേൽപ്പിച്ചു, പുത്രത്വം നൽകി എത്ര സൗഭാഗ്യം, സ്തോത്രഗീതം പാടി സ്തുതിക്കും. എന്ത് മനോഹര പാട്ട്. ശത്രുവാമെന്നെ പുത്രനാക്കുവാൻ പുത്രനെ ക്രൂശിലേറ്റി, എന്നിട്ട് എനിക്ക് പുത്രത്വം തന്നു. എത്ര സന്തോഷം. ഞാൻ സ്തോത്രഗീതം പാടും. ദൈവമക്കൾ എന്തുകൊണ്ടാണ് ശക്തമായി ആരാധിക്കുന്നത്? ഈ പുത്രത്വം തന്നല്ലോ എന്നോർത്ത്. നിത്യനരകത്തിലേക്ക് പോകേണ്ട എന്നെ നിത്യസ്വർഗത്തിൻ്റെ അവകാശിയാക്കിയല്ലോ എന്നോർത്ത്. നിങ്ങൾക്ക് ഈ നന്ദിയുണ്ടോ? ഈ കടപ്പാടുണ്ടോ? ഈ നന്ദി കൊണ്ട് നിറഞ്ഞാൽ ഈ ഭൂമിയിലെ കഷ്ടങ്ങൾ സാരമില്ലെന്നെണ്ണും. സ്തോത്രം. ഈ ഭൂമിയിൽ ഞെരുക്കമുള്ളപ്പോഴും സമൃദ്ധിയാണെന്ന് തോന്നും. ഈ ഭൂമിയിൽ രോഗമുള്ളപ്പോഴും സൗഖ്യമാണെന്ന് നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഇതാണ് ക്രിസ്തീയ ജീവിതം. അല്ലാതെ എല്ലാം മാറി എല്ലാം പെർഫെക്റ്റായി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാം മാറുന്നൊന്നുമല്ല. ഞെരുക്കത്തിലിരിക്കുമ്പോഴും സന്തോഷം, കഷ്ടതയിലിരിക്കുമ്പോഴും സന്തോഷം. ആത്മീയ തലത്തിലൊരു ഔന്നത്യം തരുന്നതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാഹാത്മ്യം.
ഹല്ലേലൂയ. എൻ്റെ പ്രിയ സ്നേഹിതരെ, സഹോദരി സഹോദരങ്ങളെ, നിങ്ങളുടെ ദുഃഖങ്ങൾ മാറും, നിങ്ങളുടെ വേദനകൾ മാറും, നിങ്ങളുടെ രോഗങ്ങൾ മാറും, നിങ്ങളുടെ കടബാധ്യതകൾ മാറും, നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ മാറും, ഇന്നത്തെ അസ്വസ്ഥതകൾ മാറും. അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ, ക്രിസ്തുവിനെ സ്വീകരിക്കുക, യേശുവിനെ രക്ഷിതാവ് കർത്താവായി സ്വീകരിക്കുക, യേശുവിന് വേണ്ടി ജീവിതം വേർതിരിക്കുക. ഞാൻ യേശുവിനായി ജീവിക്കും, യേശുവിൻ്റെ മഹത്വത്തിനായി ജീവിക്കും, യേശുവിൻ്റെ വേലയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കും. എൻ്റെ കർത്താവാണ് എനിക്ക് വലുത്. ലോകത്തിലെ ഒരു കാര്യവുമല്ല, എൻ്റെ ബിസിനസ്സല്ല, എൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യമല്ല, മറ്റൊന്നുമല്ല, എൻ്റെ യേശുവാണ് എനിക്ക് വലുത്. അങ്ങനെ ക്രിസ്തുവിന് വേണ്ടി നിങ്ങൾ ജീവിതം കൊടുക്കാൻ ഈ നല്ല സമയം നിങ്ങൾ ഉപയോഗിക്കൂ. യേശുവേ, എൻ്റെ ജീവിതം അങ്ങയുടെ കരങ്ങളിൽ തരുന്നു, എൻ്റെ ഭാവി തരുന്നു, എൻ്റെ ആയുസ് തരുന്നു. എൻ്റെ നന്മകൾ മാത്രമല്ല, എൻ്റെ വേദനകൾ, എൻ്റെ സങ്കടങ്ങൾ, എൻ്റെ രോഗങ്ങൾ, എൻ്റെ പ്രശ്നങ്ങൾ, എൻ്റെ പ്രതിസന്ധികൾ, എൻ്റെ പ്രയാസങ്ങളെല്ലാം കർത്താവിനെ ഏൽപ്പിക്കുന്നു. അങ്ങനെ ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം കൊടുക്കൂ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹിക്കപ്പെടട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? തീർച്ചയായും താഴെ കാണുന്ന നമ്പറുകളിൽ പ്രാർത്ഥനാ വിഷയം വിളിച്ചു പറഞ്ഞാൽ ഞങ്ങളുടെ പ്രെയർ വാരിയേഴ്സ് ടീം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങളുടെ പ്രെയർ ഡെസ്കിലുള്ള ദൈവമക്കൾ നിങ്ങളെ പേഴ്സണലി വിളിച്ച് സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. കർത്താവ് അതിനിടയാക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടും.